ചരിത്രത്തിന്റെ മണൽത്തരികളിൽ മായാതെ കിടക്കുന്ന ചില പേരുകളുണ്ട്. അതിലൊന്ന് കേവലമൊരു രാജാവിൻ്റേതല്ല. അതൊരു കവിയുടെ, ഒരു പോരാളിയുടെ, ഒരു പാപിയുടെ, ഒടുവിൽ ദൈവത്തിന്റെ ഹൃദയം കവർന്ന ഒരുവന്റെ കഥയാണ്. അവന്റെ പേര് ദാവീദ്. യൂദാ മരുഭൂമിയിലെ കുന്നിൻ ചെരുവുകൾ. അവിടെ ആടുകൾക്ക് കാവൽ നിന്നിരുന്ന ഒരു ഇടയബാലൻ. അവന്റെ കൈകളിൽ വടിയും കവണയും മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു വീണയുമുണ്ടായിരുന്നു. തന്റെ ഹൃദയത്തിലെ ആഴമാർന്ന വികാരങ്ങളെ അവൻ ആ തന്ത്രികളിലേക്ക് പകർന്നു. അവന്റെ വിരൽത്തുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ താളവും നെഞ്ചിൽ പ്രത്യാശയുടെ അഗ്നിയുമുണ്ടായിരുന്നു. പക്ഷേ ആ ഇടയക്കുപ്പായം അവനായി കാത്തുവെച്ചത് യുദ്ധക്കളത്തിന്റെ രംഗങ്ങളായിരുന്നു. എതിരാളിയോ ഭീമാകാരനായ ഗോലിയാത്ത്. ആ താഴ്വരയിൽ അവന്റെ ആക്രോശം ഇടിനാദം പോലെ മുഴങ്ങി. സൈന്യങ്ങൾ ഭയന്നു വിറച്ചു. പക്ഷേ ദാവീദ്, അവൻ ഭയന്നില്ല. കാരണം അവന്റെ കണ്ണുകൾ ആ സാഹചര്യത്തിന്റെ മുൻപിൽ കണ്ടതും സ്വീകരിച്ചതും വെറും ഒരു മനുഷ്യന്റെ വെല്ലുവിളിയുടെ ശക്തിയെയായിരുന്നില്ല. താൻ സേവിക്കുന്ന, തനിക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അദൃശ്യനായ ദൈവത്തിന്റെ സൈന്യത്തെയായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ എക്കാലത്തും ബലപ്പെടുത്തിയ, ഗർജിക്കുന്ന സിംഹത്തിന്റെ കരുത്തു നൽകിയ അവന്റെ കവണയിലെ ഒരൊറ്റ കല്ല്. അതൊരു സാധാരണ ആയുധമായിരുന്നില്ല. അത് വിശ്വാസത്തിന്റെ വാളായിരുന്നു. ആ നിമിഷം പ്രതിസന്ധി ഒരു മല്ലനെപ്പോലെ മുന്നിൽ വെല്ലുവിളിച്ചപ്പോൾ അവൻ വെറുമൊരു ഇടയനല്ലാതായി മാറി. ദൈവത്തെ വിശ്വസിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിച്ച ആ യുവാവ് തത്സമയം ഒരു വില്ലാളി വീരനായി ദൈവത്തിന്റെ വാക്കിൽ ചലിച്ചു തുടങ്ങി. ആരും അസൂയപ്പെടുന്നൊരു വിജയം, തലമുറകൾ വാഴ്ത്തിപ്പാടുന്ന വിജയം. അത് അതിരുകളില്ലാതെ പ്രവർത്തിക്കുന്ന ദൈവമഹത്വത്തിന്റെ മായാത്ത അടയാളമാണ്. എന്നിട്ടും ആ വിജയം നേരെ അവനെ കൊണ്ടു ചെന്നെത്തിച്ചത് സിംഹാസനത്തിലേക്കായിരുന്നില്ല. അലച്ചിലിന്റെയും ഒറ്റപ്പെടലിന്റെയും ഇരുണ്ട ഗുഹകളിലേക്കായിരുന്നു. അസൂയയുടെ തീപ്പന്തങ്ങൾ അവനെ വേട്ടയാടി. അവൻ ഇടവിടാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു. അത് വെറുമൊരു പ്രാർത്ഥനയായിരുന്നില്ല, തകർന്നുപോയ മനുഷ്യാത്മാവിന്റെ നിലവിളിയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുനീരും കവിതകളായി മാറി. യഹോവ എന്റെ ഇടയനാകുന്നു എന്നവൻ പാടിയപ്പോൾ തലമുറകൾ ആവേശത്തോടെ അതേറ്റുപാടി. കണ്ണുനീരും സമർപ്പണവും അവനെ സിംഹാസനത്തിലെത്തിച്ചു. അർഹിക്കാത്ത നന്മകൾ അവൻ തന്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്നും ഏറ്റുവാങ്ങി. എന്നാൽ മനുഷ്യസഹജമായ അഹങ്കാരത്തിന്റെ പടുകുഴിയിൽ താൻ വീഴ്ത്തിപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹത്തണലിൽ നിന്നും അഹങ്കാരത്തിന്റെ ആത്മാവ് അവനെ പാപത്തിന്റെ തീച്ചൂളയിലെത്തിച്ചു. അങ്ങനെ ആ ദൈവഭക്തന്റെ കൈകളിൽ രക്തക്കറ പുരണ്ടു. പക്ഷേ ഇവിടെയാണ് ദൈവാശ്രയത്തിന്റെ നിർവചിക്കാൻ കഴിയാത്ത തലങ്ങൾ നാം കാണുന്നത്. പാപത്തെ തിരിച്ചറിഞ്ഞു സ്വന്തം ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണു കരഞ്ഞതാണ് ആ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അവന്റെ അനുതാപത്തിലായിരുന്നു അവന്റെ ജയം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ആ കണ്ണുനീരായിരുന്നു അവന്റെ പാപത്തെ കഴുകിക്കളഞ്ഞത്. വീണുപോയിട്ടും വിട്ടുകൊടുക്കാതെ താൻ ദൈവത്തിന്റെ ആരുകിലേക്ക് വീണ്ടും ഓടിയെത്തി. അകലാൻ കാണിച്ചതിന്റെ 1000 ഇരട്ടി തീവ്രതയോടെ അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ അഭയം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഒരു വലിയ ചിന്തയാണ്. നാം ആരാണെന്നതോ എന്താണെന്നതോ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പം പോലും പ്രധാനമല്ല എന്നതാണ്. ഇടയനായാലും രാജാവായാലും ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നാം അൻപേ തകർന്നു പോകുക തന്നെ ചെയ്യും, നിശ്ചയം. അതുമാത്രമല്ല, ജീവിതയാത്രയിൽ നാം എവിടെ വീണുപോയി എന്നതിനേക്കാൾ വീഴ്ചയ്ക്ക് ശേഷം ദൈവത്തിന്റെ മുഖത്തേക്ക് എപ്പോഴാണ് നാം നോക്കിയത്? എപ്പോഴാണ് വീണ്ടും ദൈവവുമൊത്തുള്ള യാത്ര പുനരാരംഭിച്ചത്? എന്നിവയൊക്കെയാണ് പ്രാധാന്യമേറിയ സംഭവങ്ങൾ. വീണിടത്ത് നിരാശയോടെ കിടക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്.
വീണ വായിച്ച ആ ഇടയന്റെ ഹൃദയം നമുക്കും ഒരു വലിയ ഒരു വാഗ്ദത്തമാണ്. നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. നാം അകന്നാലും നമ്മെ വിട്ടകലാത്ത ഒരു ജീവബന്ധം നമുക്കായി വാഗ്ദാനം നൽകിയ നമ്മുടെ ദൈവം. വിശ്വാസത്തോടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നിമിത്തം വീണുപോയവനും ധൈര്യത്തോടെ മനസാന്തരപ്പെട്ട് ഓടിയണയുവാൻ യേശുക്രിസ്തുവെന്ന സ്നേഹം നമുക്കായി പെറ്റമ്മയെപ്പോലെ കാത്തിരിപ്പുണ്ട്. ലോകം ചെയ്യുന്നതുപോലെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു നമ്മെ നോവിക്കാനല്ല കർത്താവ് നമ്മെ തിരികെ വിളിക്കുന്നത്. മറിച്ച് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന പൈതലിനെ തിരികെ കിട്ടിയ പെറ്റമ്മയെപ്പോലെ അന്ത്യം വരെ മാറോട് ചേർത്ത് പിടിക്കാൻ. ഇത് കേൾക്കുന്ന നാം ഓരോരുത്തർക്കും ഒരിക്കലും പിരിയാൻ കഴിയാത്തതുപോലെ കർത്താവിൻ്റെ ഹൃദയവുമായി ആഴമായ ബന്ധമുണ്ടാകട്ടെ എന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.